കുളിച്ച് ഞങ്ങളുടെ പെരുന്നാൾ നമസ്കാരമുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഷോപ്പ് ഓർമ്മ നമസ്കാരമുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും വന്ന് ഷോപ്പ് ഓർമ്മയ്ക്കും. അന്ന് ഹോളിഡേ ഒന്നുമില്ല, ബ്രേക്കില്ല. കാരണം ഏതെങ്കിലും അറബി സഹോദരന്മാർ വന്ന് 2 ബിസ്ക്കറ്റ് മേടിച്ചിട്ട് പോയാൽ, 2 മിഠായി മേടിച്ചിട്ട് പോയാൽ ആ കാശ് കിട്ടും. കാരണം അന്ന് അത്രയും അതിനുള്ള വരുമാനവും അതിനുള്ള അസറ്റ് നമുക്കുള്ളൂ. അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോഴത്തെ പുതിയ തലമുറ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളത് കണ്ടറിയണം. അങ്ങനെ ഇങ്ങനെ ത്യാഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയണം. ഇതൊന്നും ഞാൻ ഒരു സ്ഥലത്ത് റിവീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയാലേ എവിടെയാണെങ്കിലൊക്കെ ആവാൻ പറ്റും. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് അതെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. നമുക്കൊരു ബഡ്ജറ്റ് വേണം. ആ ബഡ്ജറ്റിന്റെ പാരാമീറ്ററിന്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ ചെലവ്. അതല്ലെങ്കിൽ ഡെഫിസിറ്റ് വരെയാണ്. ഇപ്പൊ ക്രെഡിറ്റ് കാർഡും പലതും ഇതൊക്കെ കിട്ടുന്നുണ്ട് ബാങ്കിൽ. ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ ബാങ്ക് അനുവദിച്ചത് ഫ്രീ ആയിട്ട് അങ്ങനെ മടക്കി കൊടുക്കണം. നമ്മുടെ കയ്യിൽ കാർഡുകൾ ഉപയോഗിച്ചിട്ട് ഇഷ്ടംപോലെ സാധനം വാങ്ങാൻ പറ്റില്ല. നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ കപ്പാസിറ്റിയും നമുക്ക് മന്ത്ലി എന്ത് ഇൻകം വരും എന്ന് ആലോചിച്ചിട്ടേ ചെലവാക്കാൻ പറ്റും. അപ്പൊ അറിവിനേക്കാൾ കൂടുതൽ ചെലവ് എപ്പോഴും ചിന്തിക്കണം. വളരെ കൺസർവേറ്റീവായിട്ട് ചിന്തിക്കണം. അതുകൂടാണ് പഞ്ച്വാലിറ്റി. എപ്പോഴും പറയും ഇന്ന ടൈമിൽ നമ്മൾക്ക് ഇന്നെ കാര്യങ്ങൾ ചെയ്യുന്നു പറഞ്ഞാൽ പഞ്ച്വാലിറ്റി മസ്റ്റ്. നമ്മൾ അപ്പം അല്ലെങ്കിൽ ഏജ് ചെയ്യുമ്പോൾ കാലത്തെ ഇട്ടിട്ട് എന്നും 1 മണിക്കൂർ നടക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണമെന്ന് ചിന്തിച്ചാൽ ചെയ്തോളണം. അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പൊ ആരും പറയില്ല നീ കാലത്തെ ഇട്ട് നടക്കണമെന്നില്ല. കാരണം നമ്മുടെ ശരീരത്തിനോട് നമുക്കൊരു കടമ, അത് നമ്മൾ നിർവഹിക്കണം.